എൻ്റെ ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് തിങ്കിങ് എന്നുള്ളതാണ്. ആദ്യം തന്നെ ഒരു കോട്ടിൽ തുടങ്ങാം. ലൈഫ് ഈസിൻറ്റ് അബൌട്ട് ഫൈൻഡിങ് യുവർ സെൽഫ്, ലൈഫ് ഈസ് അബൌട്ട് ക്രിയേറ്റിംഗ് യുവർ സെൽഫ്. ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ കണ്ടെത്തുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളെ തന്നെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് എന്ന് പണ്ട് ഏതൊരു മഹാൻ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ ആദ്യമായി കോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതൊരു ക്രിയേറ്റീവ് തിങ്കിങ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ ഒരു ചോദ്യത്തിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ ചോദ്യം നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഉത്തരം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതായത് ഒരു കുട്ടയിൽ 6 മുട്ടകളുണ്ട്. ഓരോരുത്തരും 6 പേരുണ്ട്. 6 പേരും ഓരോ മുട്ടകൾ വീതം എടുത്തു. ഒരു മുട്ട മാത്രം ബാക്കി കുട്ടയിലുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഇതാണ് ചോദ്യം. ലാസ്റ്റ് വൺ ആ മുട്ടയും കൊട്ടയും കൂടെ എടുക്കുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവുണ്ടോ? എടുത്തിട്ട് തിരിച്ചു വെച്ചതാണ് ഓർമ്മ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉത്തരം? വേറെ ഏതെങ്കിലും ഇത് ഈ പറഞ്ഞ രണ്ടും അല്ലാതെ വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഓക്കെ, ഞാൻ ഇതിന്റെ ഉത്തരം അവസാനം പറയാം, നിങ്ങൾ ആലോചിക്കൂ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊരു വാക്ക് ഈ ഒരു സെഷൻ നിങ്ങൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്? നമ്മളെല്ലാവരും ഫോർമൽ എഡ്യൂക്കേഷൻ, നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. അത് മെയിനായിട്ട് എംഫസൈസ് ചെയ്യുന്നത് നമ്മൾ ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെന്റ്, അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള ലോജിക്കിലൂടെ ഒരു മറ്റു എന്താണ് ഇൻകറക്റ്റ് പാത്ത്സ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു ശരി ഉത്തരം മാത്രം എന്നുള്ള രീതിയിലേക്ക് എത്തുന്ന ആ ഒരു ചിന്താരീതിയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ക്രിയേറ്റിവിറ്റിക്കല്ല പ്രാധാന്യം, ലോജിക്കിനാണ് പ്രാധാന്യം. നിങ്ങൾ എത്ര പേര് ക്രിയേറ്റീവ് ആണ്? ഈ ഒരു പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത് വെച്ചാൽ ആരെങ്കിലും ഒരാൾ പറയാമോ? ഈ ഒരു പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മാഡം പറഞ്ഞോട്ടെ. ഒരാൾക്ക് അയാളുടെ വ്യക്തിത്വത്തിനനുസരിച്ച് അയാളുടെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ അയാൾക്ക് 9 ആയിട്ടും മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് 6 ആയിട്ടുമാണ് അവിടെ വരുന്നത്. അഭിപ്രായമാണ്, അവരുടെ രീതിയിലേക്ക് ചിന്തിക്കുമ്പോഴാണ് അത് അത്തരത്തിൽ വരുന്നത്. അങ്ങനെയായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? മാം, ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരാൾക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് 6 ആയിട്ടും മറ്റൊരാളത് 9 ആയിട്ടും കാണുന്നു. ഓക്കെ, അപ്പം അത് നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം ആ ഒരു 2 ഭാഗത്തു നിന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് കൊണ്ട് ആ 6 മറ്റേ സൈഡിൽ നിന്ന് നോക്കുന്ന ആൾക്ക് 9 ആയിട്ടും ഇപ്പുറത്ത് നിന്ന് നോക്കുന്ന ആൾക്ക് 6 ആയിട്ടും തോന്നുന്നു. പക്ഷെ അവർ തമ്മിൽ ആർഗ്യൂ ചെയ്യുവാണ്, അത് 9 ആണെന്നും മറ്റേ ആള് 6 ആണെന്നും ആർഗ്യൂ ചെയ്യുകയാണ്. പക്ഷെ ആ 2 തലങ്ങളിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയേനെ. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കിത് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മൾ മറ്റൊരാളുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വലിയ പ്രശ്നങ്ങളായിട്ടത് മാറുന്നത്. ഞാനത് പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തുറന്ന് പറയാം. അപ്പം ഈ ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മറ്റ് ആംഗിളിൽ ഒരു പ്രശ്നത്തെ തന്നെ മറ്റ് ആംഗിളിൽ അല്ലെ മറ്റൊരു വ്യക്തിയുടെ ആംഗിളിൽ നിന്ന് അത് ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നമുക്ക് ഉടനെ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മൾ ക്രിയേറ്റീവ് ആകണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾ എത്ര പേര് ക്രിയേറ്റീവ് ആണ്? ഞാൻ ഈ ചോദ്യം ഒരു സ്കൂളിലെ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു LKG പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും കൈപൊക്കും. കാരണം അവർക്കൊരു ലിമിറ്റേഷൻസ് ഇല്ല, സൊസൈറ്റി വെച്ചേക്കുന്ന ഒരു ലിമിറ്റേഷൻ ഇല്ല. അവർക്ക് എല്ലാവരും ഒരു ക്രിയേറ്റീവ് ആണെന്നാണ് ചിന്തിക്കുന്നത്. ഭൂരിഭാഗം ആളുകൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ക്രിയേറ്റീവോ? ഞാൻ ക്രിയേറ്റീവ് ഒന്നുമല്ല, അതൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ സിനിമാ നടന്മാരോ അല്ലെങ്കിൽ കഥാകൃത്തുകളോ അങ്ങനെയുള്ളവരൊക്കെയാണ് ക്രിയേറ്റീവ്, ഞാനൊരു സാധാരണ ആള് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒരു ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത്. എന്നാൽ അതൊരു തെറ്റായ ഒരു ചിന്താഗതിയാണ്.
ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റുകൾക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല. നമ്മൾ പലപ്പോഴും ആർട്ടിസ്ട്രിയും ക്രിയേറ്റിവിറ്റിയും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അത് ഈ പറയുന്ന ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാ പ്രൊഫഷണലിലും അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ്, വാല്യുബിൾ സ്കില്ലാണ്. കാരണം നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മൾ മൊണോട്ടോണസ് ആയിട്ട് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളും ഇന്ന് ഇല്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ബാങ്കിൽ പോയി ചെക്ക് എഴുതി വേണമായിരുന്നു പൈസ എടുക്കാനായിട്ട്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഗൂഗിൾ പേ ഉണ്ട്, അല്ലെങ്കിൽ ATM മെഷീൻ ഉണ്ട്. അതുപോലെ നമുക്ക് അറിയാം പണ്ടൊക്കെ പെട്ടിക്കടകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ പലയിടത്തും വെൻഡിങ് മെഷീൻ അതിന് പകരം വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ 4 സ്റ്റാർ മേളിലോട്ടുള്ള എല്ലാ ഹോട്ടലുകളിലും റിസപ്ഷനിൽ ഇരിക്കുന്നത് റോബോട്ടുകളാണ്. അപ്പൊ ഇങ്ങനെ മൊണോട്ടണസ് ആയിട്ടുള്ള ജോലികൾ പലതും AI-യും മെഷീൻസും എല്ലാം ഏറ്റെടുക്കുകയാണ്. അപ്പം ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫ്യൂച്ചർ സ്കില്ലാണെന്ന് തന്നെ പറയാം. കാരണം ഇമാജിനേഷൻ നമുക്കറിയാം, ഇപ്പൊ ദൃശ്യം പോലെ ഒരു സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആളുടെ ആ ഒരു സംവിധായകന്റെ തലയിൽ ഉദിച്ച ഒരു ഇമാജിനേഷനാണ്. അതൊരു AI-ക്കും അല്ലെങ്കിൽ ഒരു മെഷീനും അത് ആ രീതിയിൽ ഏറ്റെടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു വയലാറിന്റെ വരികൾ എഴുതുക, അതിനകത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് നമ്മുടെ മനുഷ്യന്റെ കഴിവാണ്. അത് നമുക്ക് മറ്റൊരു മെഷീനും ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല. എന്ന് വിചാരിച്ച് എല്ലാ പ്രൊഫഷനിലും ഇപ്പൊ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് തിങ്കിങ് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരു നേഴ്സാണ് നിങ്ങളെങ്കിൽ, നേഴ്സ് രാവിലെ പോയി ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. അവിടെ നമ്മൾ ഇന്നൊന്ന് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചേക്കാമെന്ന് വിചാരിച്ച് 5 അമ്പലിന് പകരം 10 അമ്പൽ കുത്തിവെച്ചാൽ രോഗിക്ക് എന്ത് സംഭവിച്ചേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പണി പാളി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഡ്രൈവറാണ് നിങ്ങളെങ്കിൽ, ഡ്രൈവർ ഇന്ന് ഒരു ക്രിയേറ്റീവായിട്ടൊന്ന് വണ്ടി ഓടിച്ചേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ചില പ്രൊഫഷനുകളിലൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ആവശ്യം വരുന്നില്ല. എങ്കിൽ പോലും നമുക്ക് ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ് ഈ പറഞ്ഞ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ഒരു ബോൺ ടാലന്റ് അല്ല, അതൊരു സ്കില്ലാണ്. അത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അതൊരു മസിൽ പോലെയാണ്. നമ്മൾ ജിമ്മിലൊക്കെ പോയി നമ്മുടെ മസിലൊക്കെ ടോൺ ചെയ്യുന്നത് പോലെ നമ്മൾ എത്രത്തോളം ഈ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് വളർത്തിയെടുക്കാം, അതിനെ വർക്ക് ചെയ്യുന്നു, അത്രയും നമുക്ക് ഈ ഒരു സ്കില്ല് അത് അത്രയും സ്ട്രോങ്ങർ ആകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്കത് എല്ലാ പ്രശ്ന പരിഹാരത്തിനും അതുപോലെ തന്നെ ഇന്നോവേഷനും ജീവിത വിജയത്തിനും എല്ലാം അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. എവ്രിവെയർ എവ്രിവൺ, എവിടെയാണെങ്കിലും എല്ലാ കാര്യത്തിലും ക്രിയേറ്റീവ് തിങ്കിങ് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, നിങ്ങൾക്ക് അറിയാം, ആൽബർട്ട് ഐൻസ്റ്റീന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം എലമെന്ററി സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടിയായിരുന്നപ്പോൾ അത് ടീച്ചർ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ കഥ, ടീച്ചർ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഒരു നോട്ട് എഴുതി വിട്ടു. ഈ കുട്ടി വായിക്കാൻ അറിയില്ല, അവന് മന്ദബുദ്ധിയാണ്, അവനെ എത്രയും വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കണം, ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു നോട്ട് എഴുതി അമ്മയ്ക്ക് കൊടുത്തു വിട്ടു. എന്നിട്ട് ഇത് അവനെ വായിച്ച് കേൾപ്പിക്കണമെന്നും ടീച്ചർ താഴെ എഴുതി കൊടുത്ത് വിട്ടു. അപ്പോൾ അവന്റെ അമ്മ കണ്ണീരോടുകൂടെ ആ നോട്ട് എടുത്തിട്ട് അവനോട് പറഞ്ഞു, നിന്റെ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് നീ ഭയങ്കര സ്മാർട്ടാണ്, നിന്നെ അവിടെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല, കാരണം നീ അത്രയ്ക്ക് സ്മാർട്ടാണ്, നീ ഈ ലോകം തന്നെ മാറ്റിമറിക്കാൻ പോകേണ്ട ആളാണ് എന്ന് അവനെ പറഞ്ഞു ധരിപ്പിക്കുകയും അവനെ വീട്ടിൽ തന്നെ വിദ്യാഭ്യാസം കൊടുക്കുകയും അവനൊരു ലോകം അറിയപ്പെടുന്ന ഫിസിസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്തു എന്നുള്ള കഥ നമുക്ക് ഏവർക്കും അറിയാം. അവിടെ അവന്റെ അമ്മയാണ് അവനെ ആ ഒരു രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് അവന്റെ ക്രിയേറ്റിവിറ്റി കണ്ടുപിടിച്ച് അവനെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളൊരു അമ്മയായിരിക്കാം, പക്ഷെ അത് ആ രീതിയിൽ നിങ്ങളുടെ കുട്ടികളെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ അമ്മയുടെ കഥ എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്ന അനുസരിച്ചിട്ട് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇന്റലിജൻസ് ഹാവിങ് ഫൺ എന്നാണ്. അപ്പൊ നമുക്ക് അറിയാം, നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ജന്മനാ നമ്മളെല്ലാവരും വളരെയധികം സർഗാത്മകതയും അതുപോലെ ഭാവനാശേഷിയും ചിന്താശേഷിയോടുകൂടിയൊക്കെ വളർന്ന് ജനിച്ചവരാണ്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ സ്കൂളും നമ്മുടെ വീട്ടുകാരും എല്ലാം തന്നെ നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് കോൺഫിഡൻസിനെ തന്നെ
അങ്ങ് എന്താണ് ഒരു ലിമിറ്റേഷൻസ് വെക്കുകയാണ്. കാരണം നമുക്ക് ആ ഒരു അവസരം, നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നില്ല. അതോടുകൂടി തന്നെ നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ വരുവാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കഴിവുകൾ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ തന്നെ ഒരു ലിമിറ്റേഷൻ അവിടെ വെക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ തന്നെ അവര് വന്ന് നമ്മളോട് പല കഥകളും പറയും. അവരുടെ വഴി കണ്ട കാര്യമോ അങ്ങനെ പല, ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ആനയെ കണ്ടു അങ്ങനെ ഇങ്ങനെ എന്ന് പറയുമ്പോഴേ നമ്മൾ പോടാ നുണ പറയാതെ എന്ന് പറയും. അപ്പൊ നമ്മൾ തന്നെയാണ് ആ കുട്ടികൾക്ക് ഒരു ലിമിറ്റേഷൻസ് ഇടുന്നത്. അവന്റെ ഇമാജിനേറ്റീവ് സ്കില്ലിനെ അല്ലെങ്കിൽ അവന്റെ ആ ഒരു സർഗാത്മക ശേഷിയെ നമ്മൾ അവിടെ വെച്ച് നുണയൻ എന്നുള്ളൊരു പേരോടുകൂടി അതങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് എഡ്വേർഡ് ഡി ബോണോ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ദ മെക്കാനിസം ഓഫ് മൈൻഡ് എന്ന ബുക്കിലാണ് ആദ്യമായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് എടുത്തിരുന്നത്. നമ്മൾ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, പുതിയ പുതിയ അവസരങ്ങൾ അതിനകത്ത് ജനറേറ്റ് ചെയ്യുക, ഇതെല്ലാമാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരൊറ്റ ശരി ഉത്തരം എന്നുള്ളതല്ല, മറിച്ച് ഒരുപാട് ശരി ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയയാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദ എബിലിറ്റി ടു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്, മേക്ക് കണക്ഷൻസ് ബിറ്റ്വീൻ ഐഡിയാസ് ആൻഡ് കം അപ്പ് വിത്ത് ന്യൂ സൊല്യൂഷൻസ്. നമുക്ക് ഓൾറെഡി ഉള്ള പല ഐഡിയാസും തമ്മിൽ കണക്ട് ചെയ്യുക. അതായത് നമ്മൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയിൽ നിന്ന് മാറി അതിന്റെ പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് ആ ഒരു എബിലിറ്റി ടു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ാണ്. അപ്പൊ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ശരി ഉത്തരങ്ങൾ എന്നുള്ളതാണ് ഒരു ക്രിയേറ്റീവ് തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ ഒരു ഉത്തരം എന്നുള്ളതിൽ നിന്ന് മറിച്ച് ലോജിക്കലായിട്ട് ഒരേ ഒരു ഉത്തരം എന്നാണെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ തന്നെ ഒരുപാട് ശരി ഉത്തരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് മാറി നമുക്ക് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ദ എബിലിറ്റി ടു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ളതാണ് ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ ഡെഫിനേഷൻ ആയിട്ട് വരുന്നത്. അത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസിനെ കണക്ട് ചെയ്ത് അത് പുതിയ സൊല്യൂഷൻസിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളിപ്പോ ഒരു പേനയുടെ ഉപയോഗങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു പെൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? എഴുതാൻ യൂസ് ചെയ്യും. വേറെ ഒരു ലീഡറായിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ പോയിന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. വേറെ മാർക്കായിട്ടൊക്കെ യൂസ് ചെയ്യാലോ. ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തോണ്ടാനൊക്കെ ഉപയോഗിക്കാം. പേന ടോയ് ആയിട്ട് യൂസ് ചെയ്യാം. എന്തോ ടോയ് ആയിട്ട് യൂസ് ചെയ്യാം. ടോയ്. ഓക്കെ. വേറെ പേന നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ സെൽഫ് ഡിഫെൻസിന് വേണമെങ്കിൽ ഒന്ന് കുത്താനായിട്ടൊക്കെ ഉപയോഗിക്കാം. പേന കത്തികളുണ്ട്. പേനയുടെ പുറകിൽ കത്തി വരുന്നതുണ്ട്, പേനയുടെ പുറകിൽ ലൈറ്റ് വരുന്നതുണ്ട്, പെൻ ക്യാമറയുണ്ട്, അല്ലേ? അതെ അതെ. ഓക്കെ. അതായത് നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ അതിന്റെ ഒരു സൈൻ എന്താണ്, പേന എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക അല്ലെങ്കിൽ പടം വരയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി നമുക്ക് ഒരു സമയത്ത് നമുക്കത് കുറെ ഐഡിയാസ് നമുക്ക് ആ ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രിയേറ്റീവ് തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് അത്യാവശ്യം നമുക്ക് ഒരു ക്രിയേറ്റിവിറ്റി ടേക്സ് കറേജ് എന്ന് തന്നെ പറയാം. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ആൾക്ക് വേണ്ട കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ക്രിയേറ്റീവ് വ്യക്തി, ക്രിയേറ്റീവായിട്ടുള്ള അല്ലെ ക്രിയാത്മകമായി ചിന്തിക്കുന്ന വ്യക്തി, അദ്ദേഹം എപ്പോഴും ആകാംക്ഷയുള്ള ആളായിരിക്കും, വളരെ ക്യൂരിയസ് ആയിരിക്കും, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം നമുക്കറിയാം കൊച്ചു കുട്ടികളാണെങ്കിലും അവരിപ്പോൾ 4-5 വയസ്സുള്ള കുട്ടികൾക്ക് അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഇന്നിപ്പം ഗൂഗിളും ഒക്കെ ഉള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനും നമുക്ക് സാധിക്കും. പക്ഷെ ആ ഒരു രീതിയിൽ, കാരണം നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസസ് നമുക്ക് നേടാനായിട്ടും എല്ലാം ഈ പറഞ്ഞ പോലെ ക്യൂരിയസ് ആയിട്ട്
നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ, പവർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ, നിങ്ങൾ ചിന്തിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമാണ് നിങ്ങൾ വിചാരിക്കാത്ത ഉത്തരങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത പല കാര്യങ്ങളും കമ്പൈൻ ചെയ്ത് നമുക്ക് ആ ചോദ്യങ്ങളിലൂടെ നമുക്ക് പല പല ഉത്തരങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ റിസ്ക് ടേക്കേഴ്സ് ആയിരിക്കും. അവരൊരിക്കലും അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കത്തില്ല, ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായി. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എലോൺ മസ്ക്. ആരാണ് എലോൺ മസ്ക്? ടെസ്ലയുടെ ഒക്കെ ഓണറാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ സ്പേസ് എക്സ് എന്ന് പറഞ്ഞ ബഹിരാകാശത്തേക്ക് ആളുകളെ വിടാനായിട്ട് അദ്ദേഹം നടത്തിയ ഒരു സംരംഭമാണ്. ആ ഒരു സംരംഭത്തിൽ നമുക്കറിയാം, ആദ്യത്തെ 2005 തുടങ്ങിയിട്ട് 2005 2009 എല്ലാം അതൊരു കോടികൾ മുടക്കിയാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് ആളുകളെ വിടാനും ആ റോക്കറ്റിൽ വിട്ട് ആ റോക്കറ്റ് തന്നെ വീണ്ടും ഉപയോഗിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം സ്പേസ് എക്സ് തുടങ്ങിയത്. അതിന്റെ പാർട്ട് തന്നെ മറ്റു സാധാരണ അങ്ങനെ അദ്ദേഹം 2 പ്രാവശ്യവും അത് ഫെയിലറായി മാറി. പക്ഷെ മൂന്നാമതും അദ്ദേഹം അത് റിസ്ക് എടുത്ത് ആ കോടികൾ ഉപയോഗിച്ച് അത് വീണ്ടും ആ ഒരു സംരംഭം കൊണ്ടുവരികയും അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ള ആദ്യത്തെ പ്രൈവറ്റ് കമ്പനിയാണ്. ഒരു ഔട്ട്സൈഡ് ഓർബിറ്റിൽ ബഹിരാകാശത്ത് ഒരു പേടകം കൊണ്ടെത്തിക്കുന്ന ആദ്യത്തെ കമ്പനിയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറാണ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹാരി പോട്ടറിന്റെ റൈറ്റർ. ആരാണ് ഹാരി പോട്ടറിന്റെ റൈറ്റർ? ഓക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ 12 തവണയാണ് അത് അവരുടെ ഈ ഒരു ഹാരി പോട്ടർ എന്ന് പറഞ്ഞ ബുക്കിന്റെ ആദ്യത്തെ എഡിഷൻ കൊണ്ട് അവര് 12 തവണയാണ് അവരുടെ പബ്ലിഷേഴ്സ് അവരെ റിജക്ട് ചെയ്ത് വിട്ടത്. പക്ഷെ അവർ ഓരോ പ്രാവശ്യവും റിജക്ട് ചെയ്യുമ്പോഴും അവരുടെ ആ ഒരു കൃതി കൊണ്ടുവന്ന് അത് വീണ്ടും ഇംപ്രൂവ് ചെയ്ത് അതിന്റെ എൻഡിങ് ഒക്കെ വീണ്ടും ഡ്രമാറ്റിക് ആക്കി അതിനകത്ത് ഒരുപാട് ഇംപ്രൂവ്മെന്റ് വരുത്തി അവര് അത് വീണ്ടും കൊണ്ടുവന്ന് 12 നമുക്കറിയാം അവരുടെ ഇന്നത്തെ ആസ്തി എന്താ മാത്രമാണെന്നുള്ളത്. അപ്പൊ അവർ ആദ്യത്തെ തവണ തന്നെ അവിടെ ഗിവ് അപ്പ് ചെയ്ത് എനിക്ക് ഇനി പറ്റത്തില്ലായിരുന്നു, ഞാൻ ചെയ്തത് വളരെ മോശം കൃതിയാണ് എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്ന് പോയിരുന്നെങ്കിൽ ആ കൃതി ഒരിക്കലും ഇത്രയും ഫേമസ് ആകത്തില്ലായിരുന്നു. അപ്പൊ ആ ഒരു പിടിച്ചു നിൽക്കാൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള മിക്ക ക്രിയേറ്റീവ് ആളുകളുടെയും ഇത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രതിസന്ധികളിൽ അവർ തളരാതെ അവർ വീണ്ടും അതിനുവേണ്ടി മുന്നേറുന്ന ആ ഒരു ക്വാളിറ്റി കൊണ്ടാണ് അവർ വിജയിക്കുന്നതായിട്ട് കാണപ്പെടുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഒബ്സർവേഷണൽ സ്കിൽസ് എന്നുള്ളതാണ്. ശരിയായിട്ടുള്ള നമ്മൾ മറ്റാരും കാണാത്ത കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ക്രിയേറ്റീവ് ആളുടെ മറ്റൊരു സവിശേഷത. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോർജ് ഡെ മെസ്ട്രൽ. നിങ്ങൾ ഈ വെൽക്രോ, ഈ പടത്തിൽ കണ്ടിട്ടുള്ള വെൽക്രോ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ഈ ഒട്ടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് കണ്ടുപിടിച്ച ആളാണ് ജോർജ് ഡെ മെസ്ട്രൽ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഒരു വർഷം നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ ഉടുപ്പയില് ഈ സൈഡിൽ കാണുന്ന ബേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ കോമ്പുല് പോലത്തെ ഒരു ചെടി ഉടുപ്പെ പറ്റി പിടിച്ചിരിക്കുകയും ആ ഒരു കായകളെല്ലാം അദ്ദേഹം പറിച്ച് കളയുകയും ചെയ്തു. പക്ഷെ ആ പറിച്ച് കളയുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം അതിന്റെ ആ ഒരു സൂക്ഷ്മമായിട്ട് അതിന്റെ ആ ഒരു സ്ട്രക്ചർ ഒബ്സർവ് ചെയ്ത് അതിനുശേഷം അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഈ ആ ഒരു സെയിം ടെക്നിക്കാണ് ഈ വെൽക്രോയിൽ അദ്ദേഹം അപ്ലൈ ചെയ്തത്. അപ്പൊ അങ്ങനെ അത് ആ ഒരു ഗുഡ് ഒബ്സർവേഷണൽ സ്കിൽ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് വ്യക്തിയുടെ ഒരു സവിശേഷതയാണ്. ഇപ്പൊ നമുക്കറിയാം നൈക്കി എന്ന് പറഞ്ഞ ഷൂസ്, നൈക്കി ഷൂസിന്റെ ഡിസൈനേഴ്സ് ഒരു സൂയിൽ പോയിട്ട് അവിടുത്തെ മൗണ്ടൻ ഗോഡ്സിന്റെ കാലിന്റെ അടിഭാഗം ഒബ്സർവ് ചെയ്തിട്ടാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ഓൾ ടെറൈൻ ഷൂസ് ഡിസൈൻ ചെയ്തത്. അപ്പം നമ്മൾ നേച്ചറിൽ നിന്ന് തന്നെ പല കാര്യം, നേച്ചറാണ് ഏറ്റവും വലിയ ഡിസൈനേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ് പല ഫാഷൻ ഉൾപ്പെടെ ഒരുപാട് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നേച്ചറിൽ നിന്നാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലംസിനെ എല്ലാം തന്നെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് അറിയാം നമ്മുടെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ എല്ലാം നെഗറ്റീവായിട്ട് കാണുന്നതിന് പകരം അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് അതിനെ ഒരു അവസരമാക്കി മാറ്റുക എന്നുള്ളതാണ്
മറ്റൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്ന കോൺ ഐസ്ക്രീം എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? 1904 സെന്റ് ലൂയിസ് വേൾഡ് ഫെയർ എക്സിബിഷൻ നടക്കുന്ന ഒരു വെന്യൂവിൽ അതിന്റെ പുറത്തായിട്ട് 2 വെൻഡേഴ്സ് നിന്ന് ഒരാൾ ഐസ്ക്രീമും മറ്റൊരാൾ വോഫിൽസും വിൽക്കുകയാണ്. അപ്പൊ ഈ ഐസ്ക്രീം വിൽക്കുന്ന ആൾ ഒരു ട്രേയിലാണ്, പാത്രത്തിലാണ് വിൽക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പാത്രങ്ങളെല്ലാം തീർന്നുപോയി. ആ സമയത്ത് ഈ വോഫിൾ വിൽക്കുന്ന മറ്റേ വെൻഡർ തന്റെ വോഫിൾ ചുരുട്ടി കോണിന്റെ ഷേപ്പിലാക്കി അതിനകത്ത് ഐസ്ക്രീം വിറ്റോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു കോമ്പിനേഷൻ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും അന്നേരത്തെ ഒരു പ്രതിസന്ധി ആ സമയത്ത് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയും നമ്മൾ ഇന്ന് ആസ്വദിച്ച് കഴിക്കുന്ന കോൺ ഐസ്ക്രീമിന്റെ ഒരു കോൺ ഐസ്ക്രീം ഉണ്ടായത് അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നാണ്. അവര് ആ ഒരു വെല്ലുവിളികളെല്ലാം വളരെ സന്തോഷത്തോടെ അവർ എൻജോയ് ചെയ്ത് അത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഏറ്റെടുക്കുന്നവരാണ്. അതുപോലെ തന്നെ ഓപ്പൺ മൈൻഡഡ് ആണ്. നമുക്കറിയാം, നമ്മൾ എക്സ്പേർട്സ് ആയിട്ടുള്ളവരും ഉണ്ട്, അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ എന്താണോ പഠിച്ചത് അത് തന്നെയായിരിക്കും ഒരു എക്സ്പേർട്ട് എല്ലാ വർഷവും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർ പഠിച്ചു, അവരുടെ അനുഭവ സമ്പത്ത് വെച്ച് അവർ പഠിച്ച സാധനം അതിനകത്തുനിന്ന് മാറി ചിന്തിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു പുതിയ ആൾ വന്നൊരു പുതിയ ഒരു കോൺസെപ്റ്റ് പറയുമ്പം അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകുക, ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നമുക്ക് ഇന്നെങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു റിജിഡ് മൈൻഡ് സെറ്റിൽ നിന്ന് മാറി നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ഉണ്ടാകുക എന്നുള്ളത് ഒരു ക്രിയേറ്റീവ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ജഡ്ജ്മെന്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ പുതിയൊരു കാര്യം വരുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അതിനെ ഒരു തടയിടുക, അല്ലെ അത് ശരിയാകത്തില്ല, അതിനെ ഒരു ക്രിട്ടിക്കൽ മൈൻഡോടുകൂടി അത് ജഡ്ജ്മെന്റോടുകൂടി അതിനെ അവിടെ തന്നെ തടയിടുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കത്തില്ല ക്രിയേറ്റീവ് പേഴ്സണെ സംബന്ധിച്ച്. അവർക്ക് ആ ഒരു ജഡ്ജ്മെന്റിനെ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവും. അതുപോലെ തന്നെ അവര് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യത്തില്ല, അവരെ തന്നെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. ഞാൻ അടുത്ത വർഷം നോക്കുവാണെങ്കിൽ ഞാൻ എന്തുമാത്രം ഞാൻ എന്നിൽ നിന്ന് ഇംപ്രൂവ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് അവർ നോക്കുന്നത്. അവരൊരിക്കലും മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യത്തില്ല. നമുക്കറിയാം സ്റ്റീവ് ജോബ്സ്. ആരാണ് സ്റ്റീവ് ജോബ്സ്? ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണറാണ് അദ്ദേഹവും. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ ഓണർ ബിൽ ഗേറ്റ്സും. ഇവർ രണ്ടുപേരും സമപ്രായക്കാരാണ്. ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് കോളേജ് പാസ് ഔട്ടായ വ്യക്തികളാണ്, ഒരേ സമയത്ത് സംരംഭമൊക്കെ തുടങ്ങിയ വ്യക്തികളാണ്. അവര് രണ്ടുപേരും, അതായത് അവരൊരു ഫ്രണ്ട്ലി മാനറിലാണ് അവരുടെ ആ ഒരു കോമ്പറ്റീഷൻ, ആ ഒരു 2 കമ്പനികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം 2017 ആപ്പിൾ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് മാറിയ ഒരു കമ്പനിയാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് ആ ആപ്പിൾ കമ്പനിക്ക് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വന്നു. ആ സമയത്ത് അവരുടെ ഒരു $150 മില്യണോളം വരുന്ന ഷെയർ മേടിച്ചത് ഈ മൈക്രോസോഫ്റ്റിന്റെ ഓണറായിട്ടുള്ള ബിൽ ഗേറ്റ്സ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ സഹായിക്കാതിരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിയാം ആ ഒരു കോമ്പറ്റീഷൻ അവർ തമ്മിൽ, ആ ഒരു കമ്പനി ഉണ്ടെങ്കിലേ, ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടെങ്കിലേ മൈക്രോസോഫ്റ്റ് കൂടുതൽ വളരുകയുള്ളൂ. അവരുടെ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അവരെ സഹായിക്കുകയും ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മുന്നോട്ട് പോവുകയും ചെയ്തു. അല്ലാതെ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് ആ ഒരു രീതിയിൽ നിൽക്കുകയല്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനിലൂടെ അവരത് ആ ചലഞ്ചസിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് ക്രിയേറ്റീവ് പേഴ്സൺസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ദേ ആർ സ്റ്റബേൺ അബൌട്ട് കോംപ്രമൈസ്. തൻ്റെ ഇടമുള്ളവരായിരിക്കും എന്ന് പറയും നമ്മൾ. അവളൊരു തൻ്റെടിയാണ്, അല്ലെങ്കിൽ അവളൊരു തൻ്റെടിയാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തൻ്റെടി എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെതായ ഇടമുള്ളവർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? അത് നമുക്ക് പല സമയത്ത് നമ്മുടെ ഐഡിയാസിനെയൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുക എന്നൊരു ഘട്ടം വരാറുണ്ട്. പക്ഷെ ഈ ഒരു ക്രിയേറ്റീവായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്, അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവർക്ക് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ മുറുകെ പിടിക്കുന്നവരാണ്. ഇതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നില്ല. കാണുന്നില്ല കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? പൗലോ കൊയ്ലോ ആണോ? അതെ.
ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. പൗലോ കൊയ്ലോ. ഓക്കെ, ഇത് പൗലോ കൊയ്ലോ ആണ്. ആരാണ് പൗലോ കൊയ്ലോ? അദ്ദേഹത്തിന്റെ ഫേമസ് വേർഡ്സ് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഓക്കെ, അതെ, ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ നോവൽ എഴുതിയ പൗലോ കൊയ്ലോ ആണിത്. അദ്ദേഹത്തിന്റെ ടീനേജർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു ഒരു റൈറ്റർ ആകുക എന്നുള്ളത്. അദ്ദേഹത്തിന് ആ ഒരു എന്താണ് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരുന്നു, എനിക്കൊരു വലിയൊരു എഴുത്തുകാരൻ ആകണമെന്നുള്ളൊരു വലിയ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് വീട്ടിലൊക്കെ ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എഴുത്തുകാരനോ, അതെനിക്ക് വട്ടാണ് എന്ന് വരെ അവര് അദ്ദേഹത്തിനോട് പറയുണ്ടായി. അങ്ങനെ അദ്ദേഹം പക്ഷെ അതിൽ തന്നെ ഉറച്ചു നിന്നു. ഇവർക്ക് വീട്ടുകാർക്ക് അദ്ദേഹത്തിനെ ഒരു വക്കീലാക്കണം എന്നുള്ളതായിരുന്നു. ഒരു നോബൽ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ, ഒരു സ്റ്റേബിൾ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു വക്കീലാക്കണമെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ എനിക്ക് എഴുതണം എന്നുള്ള ഒരു ഒറ്റ ആ ഒരു സ്റ്റബേൺ നേച്ചറോട് കൂടെ നിന്നപ്പോൾ ഇവര് അദ്ദേഹത്തെ കൊണ്ടുപോയി മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു 4 തവണ ഷോക്ക് അടിപ്പിച്ചു എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി, നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആൽക്കമിസ്റ്റ് 80 ഭാഷകളിലേക്കാണ് തർജ്ജിമ ചെയ്യപ്പെടുകയും 65 മില്യൺ കോപ്പീസ് വേൾഡ് വൈഡ് വിറ്റുപോവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ആ ഒരു അന്ന് അദ്ദേഹം അത് സ്റ്റബേണായിട്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിങ്ക്റ്റ് ഇതാണ്, എന്റെ ടാലന്റ് ഇതാണ് എന്ന് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹം കാണിച്ച ആ ഒരു സ്റ്റബേൺനെസ് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം എങ്ങനെയാണ് ഈ ഒരു ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കാൻ പറ്റുന്നത്. അതിന് കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, കാരണം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്ന ഒരു കാര്യമല്ല, അതൊരു ടാലന്റ് അല്ല, അതൊരു സ്കില്ലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെ നമുക്ക് ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കാൻ പറ്റും? അപ്പൊ ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എങ്ങനെ വളർത്തിയെടുക്കാം, അതിനുള്ള കുറച്ച് ടെക്നിക്കുകളാണ് ഞാൻ അടുത്തത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് നമുക്കൊരു റൈറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു ഓപ്പൺ മൈൻഡഡ്, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം. കൃത്യമായിട്ട് നമുക്ക് വളരാനായിട്ടുള്ള ഒരു മാനസിക ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്രിയേറ്റീവ് തിങ്കിങ് ടെക്നിക്കിനകത്ത് ഒരു ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിങ് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്രെയിൻ സ്റ്റോമിങ് എന്നെവിടെയെങ്കിലും? പ്രത്യേകിച്ച് ഇപ്പം നമുക്കറിയാം കമ്പനികളിലൊക്കെ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത് ഒരു ഐഡിയാസ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ആളുകളെ ഓരോ ഗ്രൂപ്പുകളാക്കി അവർക്കൊരു ടൈം ലിമിറ്റ് കൊടുത്തിട്ട്, ഇപ്പൊ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഐഡിയ കൊടുത്തിട്ട് അവരോട് മാക്സിമം അവർക്ക് മനസ്സിൽ തോന്നുന്ന മാക്സിമം ഐഡിയാസ് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഫെസിലിറ്റേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ലീഡറിൽ നിന്ന് അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് മനസ്സിൽ തോന്നുന്ന എന്തും അത് എഴുതി വെക്കുകയാണ്, അതൊരു മാർക്ക് ചെയ്ത് വെക്കുകയാണ്, അത് എഴുതി വെക്കുകയാണ്. ഒരു 10 പേരാണ് ഒരു ഗ്രൂപ്പെങ്കിൽ ആ 10 പേർക്കും എന്തും പറയാം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. അത് എന്തും ആയിക്കോട്ടെ, അതിനകത്ത് ഒരു ജഡ്ജ്മെന്റ് ഒന്നുമില്ല. അതിനെ ആരും നീ പറഞ്ഞത് മണ്ടത്തരമാണെന്നോ അല്ലെങ്കിൽ നീ അത് പറയുന്നത് ശരിയല്ല എന്നൊന്നും ഉള്ള ഒരു വീക്ഷണത്തോടു കൂടി അല്ല അവരവിടെ ചെയ്യുന്നത്. അവരവിടെ മാക്സിമം ക്വാളിറ്റിയെക്കാട്ടി കൂടുതലായിട്ട് ക്വാണ്ടിറ്റി, എത്രയും കൂടുതൽ ഐഡിയാസ് ആ ചെറിയ സമയത്തിനുള്ളിൽ എടുക്കാൻ പറ്റുമോ അത്രയും ഐഡിയാസ് ചിന്തിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ കിട്ടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ഇത് മിക്ക കമ്പനികളും ഇപ്പൊ ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇത് നമുക്കാണെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ലാതെ ആണെങ്കിൽ പോലും നമുക്ക് സ്വയമായിട്ട് നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് നമുക്കൊരു കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിലൂടെ ആ സൊല്യൂഷൻ ഇപ്പൊ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ പല ഗ്രൂപ്പുകളിൽ നിന്ന് നമ്മൾ ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ വിവിധങ്ങളായിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും വരുന്നത്. ആ ഐഡിയാസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്തുനിന്ന് പല സൊല്യൂഷൻസ് നമ്മൾ ആ ഒരു ഒറ്റ പ്രോബ്ലത്തിന് എടുക്കുക എന്നുള്ളതാണ് ഈ ബ്രെയിൻ സ്റ്റോമിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് മൈൻഡ് മാപ്പിംഗ് ആണ്. ഈ മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും പ്രോബ്ലത്തിന് സൊല്യൂഷൻ നമ്മൾ വിഷ്വലൈസ്, ആദ്യം നമുക്കറിയാം നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് നമ്മുടെ മനസ്സിലാണ് അത് സെറ്റ് ചെയ്യുന്നത്, അതെങ്ങനെ വേണമെന്നുള്ളത്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് കുരങ്ങനെ പോലെയാണെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്.
അതിങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കും. അതുപോലെ പല കാര്യങ്ങളായിരിക്കും നമ്മൾ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറെ എന്തെങ്കിലും കാര്യം നമ്മുടെ മനസ്സിലോട്ട് കയറി വരും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരുന്നതുകൊണ്ട് അതൊന്ന് വിഷ്വലൈസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് തുടങ്ങുന്നു എന്ന് വിചാരിക്കുക. ആ റെസ്റ്റോറന്റ് തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ഗോൾ എന്ന് പറയുന്നത്. അത് നമ്മളൊരു വലിയ ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിന്റെ നടുക്കായിട്ട് അത് സ്ക്വയറിൽ നമ്മൾ ആ ഒരു ടു സ്റ്റാർട്ട് എന്താ റെസ്റ്റോറന്റ് എന്നുള്ളത് നടുക്ക് എഴുതുക. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പല കളറിൽ അത് കണക്ട് ചെയ്ത് പല ആശയങ്ങൾ അത് ഫോർ എക്സാമ്പിൾ അത് എവിടെ തുടങ്ങണം, നമുക്ക് ലുലു മോളിനകത്ത് തുടങ്ങണോ, അല്ലെങ്കിൽ നമുക്ക് കോട്ടയത്ത് തുടങ്ങണോ, അല്ലെങ്കിൽ ഏത് അർബൺ ഏരിയ തുടങ്ങണോ, അല്ലെങ്കിൽ വില്ലേജ് ഏരിയ തുടങ്ങണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ബ്രാഞ്ചായിട്ട് പോവുക. മറ്റു കാര്യങ്ങൾ അതിന് എങ്ങനെ ഫണ്ടിങ് കൊണ്ടുവരണം, അത് ബാങ്ക് ലോൺ എടുത്ത് ചെയ്യണോ, അല്ലെങ്കിൽ ചെറിയ ആ രീതിയിൽ ഏത് രീതിയിലാണ് ഫണ്ട് വരേണ്ടത്, അതൊരു ബ്രാഞ്ചായിട്ട് ചെയ്യാം. മറ്റു കാര്യങ്ങൾ അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട അതിന് ഇന്റീരിയർ എങ്ങനെ വേണം, ആരെയും കൂടി ചെയ്യിപ്പിക്കണം, അത് ചെറിയ രീതിയിൽ ചെയ്യണോ, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലായിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് എങ്ങനെയാണ് അത് ആ രീതിയിൽ ഓരോന്നും കണക്ട് ചെയ്ത് ഒരൊറ്റ പേപ്പറിൽ നമുക്കിതെല്ലാം ഒരു വിഷ്വലൈസ് ചെയ്ത് പലതും അത് കീവേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്കത് എഴുതാൻ പാടുള്ളൂ. അത് ഒത്തിരി വിശദമായിട്ടൊന്നും എഴുതാൻ പാടില്ല. അത് പല കളർ യൂസ് ചെയ്ത് ചിലപ്പോൾ പിക്ചറുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലെ ഐഡിയാസ് എല്ലാം നമ്മൾ ഒരൊറ്റ പേപ്പറിലാക്കി അത് പഠിക്കുക. അത് ഒറ്റ കാണുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് മൊത്തത്തിലൊരു ഐഡിയ നമുക്ക് കിട്ടുന്ന ഒരു ടെക്നിക്കിനെയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ നമുക്കൊരു പാഠം പഠിക്കുന്നത് അത് നമുക്ക് ചെറുതാക്കി ഒരു പെസ് എഴുതാനായിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ അത് ഷോർട്ടാക്കി നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അവരുടെ മനസ്സിൽ അത് ഓർത്തിരിക്കാനായിട്ടും ഒരു ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ജേർണലിംഗ് എന്നാണ്. ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ വേവ്സ് പല രീതിയിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ EEG എടുത്ത് നോക്കുവാണെങ്കിൽ ആൽഫ സ്റ്റേറ്റ്, ബീറ്റ സ്റ്റേറ്റ്, തീറ്റ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ പല സ്റ്റേജുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ മനസ്സ് ഏകാഗ്രമായിട്ടിരിക്കുന്നതും നമ്മുടെ മനസ്സ് ഏകാഗ്രമായിട്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പുള്ള സമയവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പുള്ള സമയമാണ്, എഴുന്നേറ്റ് കഴിഞ്ഞുള്ള സമയമാണ്. നമുക്കറിയാം നമ്മുടെ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് 24 മണിക്കൂറിനകത്ത് നമ്മളൊരു 10 മണിക്കൂറും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിക്ക് പോകും, 8 മണിക്കൂർ കിടന്നുറങ്ങും, പിന്നെ ബാക്കി വരുന്ന 6 മണിക്കൂറിനകത്ത് കുളിക്കുന്നവരാണെങ്കിൽ കുളിക്കും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇരുന്നൊരു ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു മീ ടൈം എന്നുള്ള രീതിയിൽ വളരെ കുറച്ച് സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. ആ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ഐഡിയാസും പല കാര്യങ്ങളും നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഡേ ഡ്രീമേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് തിങ്കേഴ്സ് ഡേ ഡ്രീമേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ആ ഒരു ഇരുന്ന് നമ്മുടെ മനസ്സിലൂടെ ഒരു ഫ്രീ ഫ്ലോ ഓഫ് തോട്ട്സ് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് ജേർണലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഐൻസ്റ്റീനൊക്കെ ഈ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ അദ്ദേഹം കയ്യിൽ ഒരു വലിയ പാറക്കഷ്ണവും പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പല തിയറികളും ആലോചിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ആ പാറ ആ ഉറക്കം വരുന്നതിന്റെ ആ ഒരു തൊട്ട് മുമ്പിലുള്ള സ്റ്റേജിൽ നമുക്ക് ഒരുപാട് മൈൻഡിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ടൊക്കെ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും എന്നുള്ളതാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പാറക്കഷ്ണം താഴോട്ട് പോയി കഴിഞ്ഞാൽ ഉറക്കം വന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിന് മുന്നിൽ ഉള്ള സമയത്ത് അദ്ദേഹം അതിരുന്ന് നോട്ട് ചെയ്ത് അദ്ദേഹത്തെ പല കോൺസെപ്റ്റുകളും എഴുതി വെക്കുന്നതായിട്ട് അല്ലെങ്കിൽ അത് ആലോചിക്കുന്ന സമയം ഒരു ഉറക്കത്തിന് മുമ്പായിട്ടുള്ള ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആ ഒരു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള സമയമാണ്. നമ്മൾ പലപ്പോഴും മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് റീലും കണ്ടിട്ടാണ് ഉറങ്ങാൻ പോകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം തേടുന്നത് ചിലപ്പോൾ മൊബൈൽ ഫോൺ ആയിരിക്കും. പക്ഷെ ആ ഒരു കുറച്ച് സമയം 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ആ മൊബൈൽ ഫോൺ മാറ്റിവെച്ച് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ച് വരുന്ന ചിന്തകൾ എഴുതി വെക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്, ഒരു ടെക്നിക്കാണ്. അതാണ് വേറൊരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും കമ്പൈൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പോൾ വേർഡ് അസോസിയേഷൻ എന്ന് പറയാം, റാൻഡം വേർഡ് അസോസിയേഷൻ. നമുക്ക് പല വേർഡ്സ് എടുത്തിട്ട് അത് വെച്ച് കമ്പൈൻ ചെയ്ത് നമുക്ക് പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റാൻഡം വേർഡ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒട്ടും അത് നമ്മൾ വിചാരിക്കും അതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് വിചാരിക്കും, പക്ഷെ അത് നമ്മൾ കമ്പൈൻ ചെയ്ത് നമുക്ക് പുതിയ ഐഡിയാസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും.
അതുപോലെ നമ്മുടെ എന്താണ് റിവേഴ്സ് തിങ്കിങ് എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റ്. അതായത് നമ്മൾ ചോദിക്കുകയാണ്, നമുക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നടന്നതെങ്കിൽ എന്ത് സംഭവിക്കും? പല കാര്യങ്ങളും നമ്മൾ നേരെ നടന്നാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്കറിയാം, പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എങ്ങനെയാണ് നടന്നാൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടാനായിട്ട് സഹായിക്കും. ഞാൻ ഫോളോ ചെയ്തൊരു ബുക്കാണ് റോഡ് ജഡ്കിൻസിന്റെ ആർട്ട് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്നുള്ളത്. അദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നമ്മൾ നോക്കിക്കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. ചേഞ്ച് ദ വേ യു ലുക്ക് അറ്റ് ദ വേൾഡ് എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രിൻസിപ്പിൾ. അത് നമ്മുടെ പെർസ്പെക്റ്റീവ് മാറിയാൽ തന്നെ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ഇറങ്ങി ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് പല കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ എംബ്രേസ് ദി അൺനോൺ, അതായത് നമുക്ക് സെർട്ടനിറ്റി, അതായത് കൃത്യമായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ആ ഒരു ഇന്നോവേഷനിലേക്ക് പോകത്തില്ല. നമുക്ക് നേരെ മറിച്ച് നമുക്ക് അൺസർട്ടനിറ്റി, പല കാര്യങ്ങളും അൺസർട്ടനിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്നോവേഷൻ സംഭവിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എഗൈൻസ്റ്റ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പലരും ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അയ്യോ അവൻ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അപ്പുറത്തുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് മാറ്റി ക്രിയേറ്റിവിറ്റി ഓഫൺ ഇൻവോൾവ്സ് ഗോയിങ് അഗൈൻസ്റ്റ് ദ നോംസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ക്രിയേറ്റീവ് തിങ്കിങ്ങും അത് എങ്ങനെ അത് പ്രാവർത്തികമാക്കാം എന്നുള്ളതാണ്. ടേണിങ് ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി, അതായത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ചിന്തിക്കാം, പക്ഷെ അതൊന്ന് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ഒരു തോമസ് ആൽവ എഡിസന്റെ ഒരു കോട്ടാണ് എനിക്ക് പറയാനുള്ളത്. ജീനിയസ് ഈസ് 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% പെർസ്പിറേഷൻ. അതായത് നമ്മൾ ചിന്തയൊക്കെ ഒരു ശതമാനമേ ഉള്ളൂ, പക്ഷെ അത് പല കാര്യങ്ങളും നമുക്കറിയാം, പല വലിയ വലിയ ഐഡിയാസും പ്രാവർത്തികമായിട്ടുള്ളത് അവര് അതിനുവേണ്ടി എടുത്ത എഫേർട്ടാണ്, അവരതിനകത്ത് എടുത്ത കഷ്ടപ്പാടുകളാണ്, അതിനകത്ത് ഹാർഡ് വർക്കാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പെർസ്പിറേഷൻ എന്ന് നമ്മളത് അതിനുവേണ്ടിയുള്ള അധ്വാനമാണ് അതിനകത്ത് 99%. ഐഡിയ, ഒരുപാട് പേർക്ക് ഐഡിയാസ് ഉണ്ടാവും, പക്ഷെ അതൊന്ന് പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക.